ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ 1 kg വാഞ്ചോ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അത് നമ്മൾ ഒരൊറ്റ ബാറ്റർ വെച്ചിട്ടാണ് ഈ ഒരു വാഞ്ചോ കേക്ക് ഇവിടെ തയ്യാറാക്കുന്നത്. 2 ബാറ്റർ ഉണ്ടാക്കിയിട്ട് 2 തവണ ബേക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റ തവണ ബാറ്റർ ഉണ്ടാക്കിയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബേക്കിംഗ് മോൾഡ് ഒന്ന് ഗ്രീസ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ 2 മോൾഡാണ് ഗ്രീസ് ചെയ്തത്. അപ്പോൾ 2 മോൾഡ് കയ്യിലുണ്ടെങ്കിൽ ഈസി ആയിട്ടായിരിക്കും. പിന്നെ ഒരു മോൾഡൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു ബാറ്റർ ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ബാറ്റർ ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനിയും ആഡ് ചെയ്യാനുണ്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇപ്പോൾ നമ്മൾ ഇത്രയും ചേർക്കുന്നുള്ളൂ. 1/2 കപ്പ് മൈദയും 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ശേഷം ആ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ വരുന്ന രീതിയിൽ കമ്പൈൻ ആകുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കുക. ഒട്ടും വെള്ളം ഉണ്ടാവരുത്. അതിലേക്കൊരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. 1 kg ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 മുട്ട വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതിനുശേഷം നമുക്കിതൊരു 40 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. 40 സെക്കൻഡ് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നമുക്കിത് ബീറ്റ് ചെയ്തിട്ട് നല്ല ഫ്ലഫി ആക്കി എടുക്കണം. അപ്പോൾ പൊടിച്ചിട്ടാണ് നിങ്ങൾ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ 1 കപ്പ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ പഞ്ചസാര തരികൾ അലിയുന്നില്ല നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പൊടിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെറിയ തരിയുള്ള പഞ്ചസാരയാണ് എടുക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പൊടിക്കാതെ കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിലേക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് ഒരു ലോ സ്പീഡിലിട്ടിട്ട് അത് മിക്സ് ആവുന്ന രീതിയിലൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്ററിൻ്റെ ഇതിലേക്ക് നമ്മൾ ആദ്യം അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് സാവധാനം ഫോൾഡ് ചെയ്തിട്ടെടുക്കുക. ഒട്ടും കട്ടയില്ലാതെ വേണം. ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിത് ഈ ഒരു ബാറ്റർ 2ആയിട്ട് ഭാഗിക്കുകയാണ് ചെയ്യുന്നത്. ചോക്ലേറ്റ് കേക്കിന് വേറെയും അതുപോലെ വാനില കേക്കിന് വേറെയും ആയിട്ട് 2ആയിട്ട് ഭാഗിച്ചിട്ട് അതിലേക്ക് കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. അപ്പോൾ നമുക്ക് മുഴുവനായിട്ടാണെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 ബാറ്ററാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 ബൗളിലാക്കി മാറ്റിയിട്ട് കുറച്ചൊന്ന് കുറവുള്ളത് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഇതിലേക്ക് ഒരു ബാറ്ററിലേക്ക് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും അതുപോലെ 2 ടേബിൾ സ്പൂണ് മൈദയുമാണ് ചേർക്കുന്നത്. അത് നമുക്ക് വാനില കേക്കിനുള്ള ബാറ്ററാണ്. അതാണ് ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുള്ളത് കേട്ടോ. മറ്റേതിലേറെ കുറച്ച് അധികം എടുത്തിട്ടുള്ളത് അതാണ്. പിന്നെ നമ്മുടെ ചോക്ലേറ്റ് കേക്കിലേക്കുള്ളതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറുമാണ് നമ്മൾ ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മറ്റേതിലേക്ക് 2 ടേബിൾ സ്പൂണ് മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും, ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്റർ നമ്മൾ ഒരു ലെയറിനെ ചെയ്യുന്നുള്ളൂ. ഞാൻ വാനില കേക്കിൽ ചോക്ലേറ്റ് കേക്ക് സെൻറ്ററിലെ ലെയറാക്കി വെക്കും. വാനില കേക്ക് താഴെയും മുകളിലുമായിട്ടും വെക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ 2 ലെയർ വാനില കേക്കും അതുപോലെ 1 ലെയർ ചോക്ലേറ്റ് കേക്കുമായിട്ടാണ് കിട്ടുക. ഇനി നമുക്കിത് ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ബേക്കിംഗ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 8 ഇഞ്ചിൻ്റെ മോൾഡ് നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ചോക്ലേറ്റ് കേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ലെയറിനുള്ളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മറ്റേ കേക്കിനുള്ളതും നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വാനില കേക്കിനുള്ള ബാറ്ററും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ ഇറക്കി വെച്ചിട്ടാണ് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. അത് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ടോട്ടലായിട്ട് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ലെയറിനുള്ള വിപ്പിംഗ് ക്രീം ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടില്ല അതിൻ്റെ ലെയറിൽ മാത്രം വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രീമിൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് 1/4 കപ്പ് ചോക്ലേറ്റിലേക്ക് 2 ടേബിൾ സ്പൂണ് വിപ്പിംഗ് ക്രീം ചേർത്തിട്ടുണ്ടാക്കിയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷാണ്. നമുക്ക് മുകളിലുള്ള ഡെക്കറേഷനും കുറച്ച് വേണം. അപ്പോൾ അത്ര തന്നെ മതിയാവും. അപ്പോൾ അത് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതിലേക്ക് മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ലെയറായിട്ട് നമുക്ക്
ഒരു വാനില കേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം നമുക്കതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഗനാഷ, നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ ഉണ്ടല്ലോ, അത് ഒഴിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്കൊക്കെ വളരെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ നമുക്ക് ഇതിലേക്ക് ഈ ഒരു കേക്കിലേക്ക് മെയിനായിട്ട് കൂടുതൽ വേണ്ടത് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷയാണ് നമ്മൾ മുകളിൽ ഒഴിക്കുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ ഒരുമിച്ച് അങ്ങ് ഉണ്ടാക്കി കൊടുത്താൽ മതി. പിന്നെ ഒന്ന് എന്താ പറയുക, സെറ്റായാൽ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്താൽ വീണ്ടും അത് മെൽറ്റ് ആയിക്കോളും. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് സെക്കൻഡ് ലെയറും വെച്ച് കൊടുക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷൊക്കെ ചേർത്തിട്ടുള്ള ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ നേരത്തെ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷല്ലേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷോ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചോക്ലേറ്റ് ചിപ്സ് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മുകളിലെ ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ അതും നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഓരോ കേക്ക് വെക്കുമ്പോഴും സൈഡൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുക കേട്ടോ. നല്ല കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ക്രീം വെച്ചിട്ട് കൂടുതൽ ക്രീമിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ആ ക്രംസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ക്രം കോട്ടിങ് ചെയ്തിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു അരമണിക്കൂർ താഴെ വെക്കുക. പെട്ടെന്നാവണമെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ ക്രം കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ടുള്ള ക്രീം തണുത്ത ശേഷം നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം മുകൾ ഭാഗത്ത് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സൈഡിലൊക്കെ വരുന്നതൊക്കെ സൈഡിലേക്ക് അങ്ങനെ ആക്കി കൊടുത്തിട്ട് സൈഡ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഇപ്പോഴൊക്കെ ഞാൻ പാലറ്റ് നൈഫാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഏതാണോ കംഫർട്ടബിൾ അത് യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ ചെയ്തെടുക്കുക. ചിലർക്ക് പാലറ്റ് നൈഫ് മാത്രമായിരിക്കും സൈഡൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഈസി ഉണ്ടാവുക. ചിലർക്ക് സ്ക്രാപ്പർ വേണ്ടി വരും. ഞാൻ സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ടാണ് സൈഡൊക്കെ ക്ലീൻ ചെയ്തെടുക്കാറ്. അപ്പോൾ നമുക്ക് ഏതാണ് കംഫർട്ടബിൾ അത് വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ട് എടുക്കാം. മുകൾ ഭാഗമൊക്കെ ഞാൻ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ തുടച്ചെടുക്കുക കേട്ടോ. ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ ചെയ്തെടുക്കുമ്പോഴും ഇങ്ങനെ തുടച്ചെടുക്കണം. ഞാനിങ്ങനെ ആ ഒരു ബോളിലേക്ക് മാറ്റുകയാണ്. പിന്നെ ഇതുപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് സൈഡൊന്ന് ഒരു സിഗ്സാഗ് രീതിയിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കൂടുതൽ ഐസിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. സൈഡൊക്കെ അതുപോലെ ചെയ്തെടുത്താൽ പിന്നെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ കേക്ക് നന്നായിട്ടൊന്ന് സെറ്റാക്കിയതിന് ശേഷം തണുപ്പിച്ചെടുത്ത ശേഷമാണ് ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട്, എന്നാലേ ആ ഒരു ചോക്ലേറ്റ് ഗനാഷ് അതിൽ സെറ്റായിട്ട് അതിൽ നിൽക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കേക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത ശേഷം ചോക്ലേറ്റ് ഗനാഷ് അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ടോട്ടലായിട്ട് 1 കപ്പ് ചോക്ലേറ്റിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ഉൾഭാഗത്തൊക്കെ അപ്ലൈ ചെയ്യാനുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ 1 കപ്പ് ചോക്ലേറ്റിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് കുറച്ച് മതി. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഒരു ഭാഗത്ത് മാത്രം ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പൈപ്പിംഗ് ബാഗിൽ ആക്കിയിട്ടാണ് ചെയ്തത്. അപ്പോൾ പൈപ്പിംഗ് ബാഗിൻ്റെ ഒരു ഭാഗം അങ്ങ് കൂടുതൽ കട്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ കൂടുതലിങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്തു. എന്നിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈനായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളൊരു ടോപ്പറും പിന്നെ പേര് എഴുതുന്നുണ്ടെങ്കിൽ പേര് എഴുതുക. അപ്പം ഞാൻ ഒരു 5ാമത്തെ ബർത്ത്ഡേൻ്റെ ഒരു ഹാപ്പി ബർത്ത്ഡേ കേക്കാണ്. അപ്പോൾ 5 ഫോണ്ടൻറ്റിൽ എഴുതിയിട്ടുണ്ട്. അത് റൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ 5 എന്നുള്ള നമ്പർ കട്ടർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ചെയ്തത്. അതുപോലെ തന്നെ പേരും ഞാൻ ഫോണ്ടൻറ്റിൽ കട്ടർ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒറ്റ ബാറ്റർ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വാഞ്ചോ കേക്കിൻ്റെ റെസിപ്പിയാണിത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്